ദൗത്യ മേഖലയിൽ നിന്നുള്ള കൃത്യമായ ദൃശ്യങ്ങൾ കുറച്ചുകൂടെ അടുത്ത് കാണുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. സന്തോഷും ഷൈജു പിലാത്രയും അടങ്ങുന്ന കൈരളി വാർത്താ സംഘം ഈ ദൗത്യ മേഖലയിൽ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. നേരത്തെ മാധ്യമപ്രവർത്തകർക്ക് അവിടേക്ക് പ്രവേശനം നിഷേധിച്ചിരുന്നു. മന്ത്രിതല സംഘത്തോടൊപ്പം മാത്രമാണ് മാധ്യമ പ്രവർത്തകർക്ക് അവിടേക്ക് എത്താൻ കഴിഞ്ഞത്. എത്തിക്കഴിഞ്ഞ ശേഷമുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗംഗാവലി പുഴയിൽ അർജുനായുള്ള രക്ഷാദൗത്യം ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പെ അടക്കമുള്ള മത്സ്യത്തൊഴിലാളികളുടെ നേരിട്ടുള്ള, അതായത് ഇതുവരെ ഇത്തരത്തിൽ ഒരു പുഴയിലടിയിലേക്ക് മുങ്ങിത്തപ്പി ഒരു രക്ഷാദൗത്യം നടക്കുന്ന രീതിയിലേക്ക് ഇന്ന് വരെ ഒരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. ഇന്ന് ആദ്യമായാണ്, 12ാമത്തെ ദിവസമായ ഇന്ന് ആദ്യമായാണ് പുഴയിലേക്ക് ഒരാൾ നേരിട്ടിറങ്ങി മുങ്ങിത്തപ്പി ഈ അർജുൻ്റെ ലോറിയുടെ അവശിഷ്ടങ്ങളോ ലോറിയുടെ ഭാഗങ്ങളോ അവിടെ ഉണ്ടോ എന്ന് തെരച്ചിൽ നടത്തുന്നത് ഇന്ന് ആദ്യമായാണ്. അത്തരത്തിലൊരു ആശാവഹമായ പുരോഗതി ഉണ്ടായ ദിവസം കൂടിയാണ് രക്ഷാദൗത്യത്തിൻ്റെ. ഈ മൺതിട്ടയിൽ നിന്നാണ് നേരത്തെ ഡഗ് ബോട്ട് നിലയുറപ്പിച്ച് ഈ ബോട്ടിൽ നിന്ന് ഡൈവ് ചെയ്ത് രക്ഷാദൗത്യത്തിൽ ഏർപ്പെടാം എന്നതായിരുന്നു പ്ലാൻ. പക്ഷേ അത് മാറ്റി ഡഗ് ബോട്ട് എത്താനുള്ള ഒരു സമയം വൈകിയതിനാൽ ഈ രക്ഷാപ്രവർത്തനം കുറേ കാലം അല്ലെങ്കിൽ കുറേ സമയം നമുക്ക് ഒട്ടും സമയം ചെലവാക്കാനില്ല, ഒരു നിമിഷം പോലും മാറ്റി വെക്കാനില്ല എന്നതുകൊണ്ട് തന്നെ ആ നേരത്തെ കാണിച്ച മൺകൂനയിൽ നിന്നാണ് ഗംഗാവലി നദിയുടെ നടുവിൽ രൂപപ്പെട്ടിട്ടുള്ള മൺകൂനയിൽ നിന്നാണ് ഈ രക്ഷാദൗത്യ സംഘത്തിലെ ഈശ്വർ മാൽപ്പെ 6 തവണയും ഡൈവ് ചെയ്ത് ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് ഡൈവ് ചെയ്ത് രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. 6 തവണ ഈശ്വർ മാൽപ്പെ ഈ വെള്ളത്തിൽ അടിയിലേക്ക് മുങ്ങി പരിശോധിച്ച് പൊങ്ങി വരികയായിരുന്നു. 6 തവണ അദ്ദേഹം ഡൈവ് ചെയ്തു. ഈ 6 തവണ ഏകദേശം സന്തോഷം സൂചിപ്പിച്ചതുപോലെ തന്നെ 5ാമത്തെ തവണ അദ്ദേഹം ഡൈവ് ചെയ്ത് ഏകദേശം 5 മിനിറ്റോളം വെള്ളത്തിനടിയിൽ ചെലവഴിച്ച ശേഷമാണ് പുറത്തേക്ക് വന്നത്. 6ാമത്തെ തവണ ഡൈവ് ചെയ്തപ്പോൾ ഏകദേശം 11 മിനിറ്റോളം പുഴയ്ക്കടിയിൽ എത്ര ശക്തമായ അടിയൊഴുക്കുണ്ടായാലും അത് തങ്ങളെ ബാധിക്കില്ല എന്ന്, കാരണം അത്രയും എക്സ്പീരിയൻസ്ഡ് ആണ് അവർ. നേരത്തെ തന്നെ അത്തരത്തിലുള്ള അടിയൊഴുക്കുള്ള പുഴകളിൽ ഇത്തരത്തിലുള്ള രക്ഷാദൗത്യങ്ങൾ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് അനുഭവസ്ഥരായിട്ടുള്ള ആളുകളാണ് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘങ്ങൾ. അതിനാൽ തന്നെ ഈ ഈശ്വർ മാൽപ്പയ്ക്ക് അടിയൊഴുക്ക് അത് അത്ര വിഷയമല്ല, അതിനെ ഞങ്ങൾ മറികടക്കും എന്ന് നേരത്തെ തന്നെ കൈരളി ന്യൂസിനോട് സംസാരിച്ചപ്പോൾ തന്നെ ഇന്ന് രാവിലെ ഈശ്വർ മാൽപ്പെ പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന വിധത്തിൽ തന്നെയായിരുന്നു ഇന്ന് വൈകിട്ട് അല്പസമയം മുൻപ് വരെ ഈ 6 തവണയും ഡൈവ് ചെയ്ത് ഈശ്വർ മാൽപ്പെ അടക്കമുള്ള സംഘങ്ങൾ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടത്. ഏകദേശം 7ാം തവണയും ഡൈവ് ചെയ്യാനുള്ള മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ ഇപ്പോഴും അവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സിജു കണ്ണൻ തത്സമയം ചേരുന്നു. സിജു, ഇത്രയും നേരം നമുക്ക് മറുകരയിൽ നിന്ന് സന്തോഷിന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തു നിന്നുള്ള വാർത്തകൾ, സൂചനകൾ മാത്രമായിരുന്നു ലഭിച്ചത്. 6 തവണ ഈശ്വർ മാൽപ്പെ പുഴയിലേക്ക് ഡൈവ് ചെയ്തു. 6ാമത്തെ തവണ 11 മിനിറ്റോളം പുഴയ്ക്ക് അടിയിൽ അദ്ദേഹം ചെലവഴിച്ച ശേഷമാണ് അദ്ദേഹം പുറത്തേക്ക് വന്നത്. ഇത്തരത്തിൽ 6 തവണയും ഒരേ സ്ഥലത്ത് തന്നെയാണ് ഈശ്വർ മാൽപ്പെ ഡൈവ് ചെയ്ത് ഇറങ്ങിയത്. ആ 6 തവണയും ഒരേ സ്ഥലത്ത് തന്നെയാണ്. നേരത്തെ ദൃക്സാക്ഷി ചൂണ്ടിക്കാണിച്ച സ്ഥലത്താണ്. സിഗ്നൽ സംവിധാനങ്ങളെല്ലാം, സിഗ്നൽ ലഭിച്ച അതേ സ്ഥലത്ത്, ഈ 3 സാധ്യതകളും ഒരേ സ്ഥലത്ത് തന്നെ ആയതിനാൽ ഇപ്പോൾ സിജു അവിടെ ചെന്നപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കേൾക്കാൻ ആഗ്രഹിച്ച ആശാവഹമായ ഏതെങ്കിലും ഒരു സൂചന ലഭ്യമാകുന്നുണ്ടോ? വിരിച്ച ഇപ്പോൾ ഏറ്റവും പുതിയ ദൃശ്യങ്ങളാണ് കാണുന്നത്. തത്സമയ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഈ അപകട സ്ഥലത്താണ് നമ്മളുള്ളത്. ഷിരൂരിൽ നിന്ന് അവിടെ ഷിരൂരിൽ നിന്ന് അവിടെ ഏറ്റവും അടുത്ത് നിന്ന് നമുക്ക് കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ഡിങ്കി ബോട്ടുകളിൽ NDRF സംഘം, അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികളായ ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം എന്നിവരുടെ നേതൃത്വത്തിൽ നാവികസേനയുടെ മേൽനോട്ടത്തിൽ തിരച്ചിൽ നടക്കുകയാണ്. ഏറ്റവും കാര്യക്ഷമമായ രീതിയിലുള്ള ഒരു തിരച്ചിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്രയും ദിവസങ്ങൾക്കിടയിൽ ഈ ദിവസമാണ് എന്ന് തന്നെ പറയാം. ഈശ്വർ മാൽപ്പയുടെ നേതൃത്വത്തിലുള്ള മത്സ്യത്തൊഴിലാളികളുടെ സംഘം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷമാണ് ഈ പുഴയിലേക്ക്, ഗംഗാവാലി പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ ഉണ്ടെന്ന് കരുതുന്ന അർജുന്റെ ട്രക്ക് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഇവിടെ ഈ പുഴയിലേക്ക് ഇറങ്ങി തുടങ്ങിയത്. അതിനുശേഷം 6 തവണയാണ് അദ്ദേഹം ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലേക്ക് പോയത്. ആദ്യ 2 തവണ പുഴയുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിയപ്പോൾ 3ാം തവണയുള്ള ചാട്ടത്തിൽ
കയർ വിട്ടുപോവുകയും നേരത്തെ സ്ഥാപിച്ചിരുന്ന കയർ വിട്ടുപോയി ഒഴുക്കിൽപ്പെടുന്ന സാഹചര്യവും ഉണ്ടായി. എങ്കിലും വീണ്ടും ശ്രമം തുടരുകയാണ്. ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച സ്ഥലം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് ആ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുള്ള ആ സ്ഥലം കാണാം. ആ മൺകൂനയുടെ തൊട്ട് താഴെയാണ് ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച സ്ഥലം. കഴിഞ്ഞ ദിവസം അവസാനഘട്ട ഡ്രോൺ പരിശോധനയിൽ, ഐബോർഡ് പരിശോധനയിൽ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച സ്ഥലമാണ്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ആറാമത്തെ തവണ ഈ പുഴയിലേക്ക് ഡൈവ് ചെയ്തപ്പോൾ 11 മിനിറ്റ് നേരത്തോളം പുഴയുടെ അടിയിൽ പരിശോധന നടത്തുന്നതിന് ഈശ്വർ മാൽപേക്ക് സാധിച്ചു. കർണാടകയുടെ വിവിധ മേഖലകളിലെത്തി ഇത്തരം രക്ഷാപ്രവർത്തനങ്ങൾ നടത്തി പരിചയമുള്ള നൂറുകണക്കിന് രക്ഷാദൗത്യങ്ങളുടെ ഭാഗമായ ആയിരക്കണക്കിന് ആളുകളെ കണ്ടെത്തിയ ഒരു സംഘം അവരുടെ അനുഭവ സമ്പത്തിലാണ് ഇപ്പോൾ പ്രതീക്ഷയർപ്പിച്ച പരിശോധന തുടരുന്നത്. വിനിഷ, സിജു, 7ാം തവണയും ഡൈവ് ചെയ്യാനുള്ള ഒരു മുന്നൊരുക്കങ്ങൾ, തയ്യാറെടുപ്പുകൾ അവിടെ നടക്കുന്നുണ്ടോ? വീണ്ടും ഡൈവ് ചെയ്യുന്നതിനുള്ള ഒരുക്കം തന്നെയാണ് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം പുഴയുടെ മധ്യഭാഗത്ത് രൂപപ്പെട്ടിരിക്കുന്ന പ്രത്യേക മൺതിട്ട. ഈ മൺകൂനയ്ക്ക് മുകളിൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ ആളുകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊട്ട് താഴെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളും കാണാം, എഞ്ചിൻ ഘടിപ്പിച്ച ബോട്ടുകളും കാണാം. ആ ബോട്ടിൽ നിന്ന് മുളവടികൾ ഉപയോഗിച്ച് പരസ്പരം ബന്ധിപ്പിച്ച് നിർത്തുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവിടെ നിന്നും ഈ മൺതിട്ടയിൽ നിന്നുമെല്ലാം തന്നെ കയർ ഉപയോഗിച്ച്, നങ്കൂരമിട്ട് കയർ ഉപയോഗിച്ചുകൊണ്ട് അതിൽ പിടിച്ചുകൊണ്ട് അതിന്റെ സഹായത്തോടെയാണ് പുഴയ്ക്കടിയിലേക്ക് മുങ്ങിപ്പോകുന്നത്. കഴിഞ്ഞ തവണ 11 ഏറ്റവും ഒടുവിൽ അവസാനം പുഴയിലേക്ക് ഡൈവ് ചെയ്തപ്പോൾ 11 മിനിറ്റ് നേരം നിൽക്കാൻ കഴിഞ്ഞു എന്നത് വലിയ കാര്യമാണ്. ഈ കുത്തൊഴുക്കിലും ആത്മവിശ്വാസത്തോടു കൂടി ഗംഗാവാലി പുഴയ്ക്കകത്ത് രക്ഷാദൗത്യത്തിന്റെ ഭാഗമാകാൻ കഴിയുമെന്ന് ഈശ്വർ മാൽപേ നേരത്തെ പറഞ്ഞിരുന്നു. ആയിരക്കണക്കിന് ആളുകളെ കണ്ടെത്തിയ അത്രയും അനുഭവ സമ്പത്തുള്ള ആത്മവിശ്വാസമുള്ള ഒരു സംഘമാണ് ഈ 12ാം ദിനം ഈ പരിശോധനയുടെ ഭാഗമായി, തെരച്ചിലിന്റെ ഭാഗമായി ചേർന്നിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണാം മത്സ്യത്തൊഴിലാളികളുടെ സംഘമാണ് തൊട്ട് താഴെ കാണുന്നത്. 8 മത്സ്യത്തൊഴിലാളികളുടെ സംഘം, 8 പേരടങ്ങുന്ന സംഘമാണ് ഉടുപ്പി മാൽപ്പയിൽ നിന്നും ഇവിടെ എത്തിയത്. അവരുടെ നേതൃത്വത്തിൽ പരിശോധന നടക്കുന്നു. അതോടൊപ്പം തന്നെ ഡിങ്കി ബോട്ടിൽ നാവികസേനയുടെയും NDRFന്റെയും സംഘമുണ്ട്. ഈ മൺതിട്ടയിലേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, കയറിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയ നിലയിൽ രക്ഷാദൗത്യത്തിന്റെ ഭാഗമായ ആളുകൾ അവിടെയുണ്ട്. അതൊരു ദൗത്യത്തിന്റെ ഭാഗമായുള്ള ഒരു പോയിന്റായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പ്രധാന കാര്യം. പുഴയുടെ മധ്യഭാഗത്താണ് മണ്ണിടിഞ്ഞു വീണ പാറക്കല്ലുകളും അതോടൊപ്പം തന്നെ മണ്ണും മരങ്ങളുമെല്ലാം അടിഞ്ഞുകൊണ്ടുള്ള ഒരു മൺതിട്ട രൂപപ്പെട്ടത്. ആ മൺതിട്ട ഒരു പോയിന്റായി, രക്ഷാദൗത്യത്തിന്റെ ഭാഗമായുള്ള ഒരു പോയിന്റായി ഉപയോഗപ്പെടുത്തി അവിടെ നിന്നാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. ഈ മൺതിട്ടയുടെ ഏറ്റവും താഴെ ഭാഗത്തായാണ് ഈ ട്രക്കിന്റെ സാന്നിധ്യം കണ്ടു എന്ന് പറഞ്ഞത്. പ്രദേശവാസിയുടെ ഒരു മൊഴി നിർണായകമായിരുന്നു. കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിൽ ഐബോർഡ് ഡ്രോൺ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന നടത്തുമ്പോൾ ഈ പ്രദേശവാസി നൽകിയ മൊഴി നിർണായകമായിരുന്നു. പ്രദേശവാസിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഇവിടെ കൊണ്ടുവന്നുകൊണ്ട് ഈ ട്രക്ക് കണ്ടു എന്ന് പറയുന്ന സ്ഥലം കൃത്യമായി സ്പോട്ട് ചെയ്യാൻ സാധിച്ചു. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് വളരെ പ്രധാനപ്പെട്ട സിഗ്നലുകൾ ലഭിച്ചത്. ഇവിടെ ഏറ്റവും കൂടുതൽ സിഗ്നൽ ലഭിച്ച ഒരു സ്പോട്ടായി അത് മാറി. അതുകൊണ്ട് തന്നെയാണ് ആ സ്ഥലത്ത് ആദ്യഘട്ടത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്.